ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബജിയാണ്, മുളക ബജി. കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇതുപോലുള്ള വലിയ മുളക് കിട്ടുകയാണെങ്കിൽ അത് വാങ്ങിക്കുക. ഞാനിവിടെ ഒരു 1 കിലോ അളവിൽ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മളിവിടെ 2 കപ്പ് അളവിൽ കടലപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നല്ല പോലെ നമ്മുടെ മുളക് കഴുകി തുടച്ചെടുക്കാം. അതിനുശേഷം ഇതുപോലെ നടുകെ മുറിച്ചെടുക്കാം. തണ്ടോട് കൂടി തന്നെ വേണം നടുകെ മുറിച്ചെടുക്കാൻ. എന്നിട്ടിങ്ങനെ പിളർന്നെടുക്കുക. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ ഒരു നാരുണ്ട്, അത് വലിച്ച് കളയുക. കണ്ടോ, മുളകിൻ്റെ അരിയൊക്കെ തട്ടിക്കുടഞ്ഞെടുക്കണം. നമുക്കിതിൻ്റെ തൊണ്ട് മാത്രം മതി ബജ്ജി ഉണ്ടാക്കാനായിട്ട്. ഇത് കുറച്ച് വലിപ്പമുള്ള മുളകാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാനായിട്ട് നമ്മൾ 2 കപ്പ് അളവിൽ കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ബേസൻ എന്ന് പറയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അളവ് കാണിക്കാത്തത്. 2 കപ്പ് അളവാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് അളവിൽ അരിപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തു. ഉപ്പ് പാകത്തിന്, ഒരു നുള്ള സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ബാറ്ററിന് കുറച്ചൊരു പുകഴ്മ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി ഇവിടെ ചേർത്തിരിക്കുന്നത് കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഇതെല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് വെള്ളം പാകത്തിനൊഴിച്ച് നമ്മൾ ദോശയൊക്കെ ചുടുന്ന പരുവത്തിലുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. കട്ട കെട്ടി പോവരുത്. ഇതുപോലെ ഒരു വിസ്ക് വെച്ച് നന്നായി ബീറ്റ് ചെയ്തിട്ട് വേണം ബാറ്റർ തയ്യാറാക്കാനായിട്ട്. കട്ട കെട്ടാതെ നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. വെള്ളം കുറച്ച് കുറച്ചായിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ ബാറ്ററിൻ്റെ അളവ് കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ മുളക് നമുക്ക് മുക്കി പൊരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബാറ്റർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്തെടുക്കാം. കണ്ടോ, നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇതുപോലെ മടങ്ങി വീഴുന്ന ഒരവസ്ഥയിലാണ് നമുക്ക് ബാറ്റർ കിട്ടേണ്ടത്, ഇങ്ങനെ കോരി ഒഴിക്കുന്ന സമയത്ത്. അതിനുശേഷം നമുക്കിനി വറുത്തെടുക്കാം. ബജി വറുത്തെടുക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാറ്ററൊക്കെ തയ്യാറാക്കി മുളക് ഇവിടെ മുറിച്ച് വെച്ചു. ഇനി എണ്ണ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ചൂടാവട്ടെ. ഇതുപോലെ ഒരു വലിയ പാൻ എടുക്കാം, ചീനച്ചട്ടിയോ പാനോ എന്തും ആവാം. അത്യാവശ്യം നല്ലപോലെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. എണ്ണ അത്യാവശ്യം നന്നായി ചൂടാകുമ്പോഴേക്കും നമ്മളിവിടെ മുറിച്ച് വെച്ചിരിക്കുന്ന മുളക് ഒന്നൊന്നായിട്ട് ഈ ബാറ്ററിൽ മുക്കി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഉത്സവ പറമ്പിലൊക്കെ പോകുമ്പോൾ നമുക്കിതുപോലെ ബജ്ജി, കോളിഫ്ലവറൊക്കെ ഇതുപോലെ വറുത്തിട്ട് കഴിക്കാൻ കിട്ടും. നല്ല രസമാണ് അത്. ആ ഒരു ഉത്സവ പറമ്പിലെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ബജ്ജിയൊക്കെ കഴിച്ച് നടക്കുമ്പോൾ അതൊരു വേറൊരു ഫീല് തന്നെയാണ് അല്ലേ, നാട്ടിൻപുറത്ത്. ഇപ്പോൾ ഇനി കോവിഡ് സമയത്ത് അതൊക്കെ ഇനി കാണാൻ കിട്ടുക വളരെ കുറവാണ്. ഇനി എല്ലാം മാറി കഴിയുമ്പോൾ ശേഷം നമുക്ക് വീണ്ടും പഴയ പോലെ തന്നെ എല്ലാം നമ്മുടെ ഒരു കാഴ്ചകളൊക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ വലിയ മുളകെല്ലാം പെറുക്കിയിട്ട് കൊടുത്തു. ഈ ഒരു പ്രാവശ്യം മാത്രമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വലിയ മുളക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്തിട്ട് പകുതിയാക്കാമെന്ന് വിചാരിച്ചു. കാരണം നമ്മുടെ പാത്രം നിറഞ്ഞു നിൽക്കുക. കണ്ടോ, വലിയ മുളക്, അസാധ്യം വലിയ മുളകാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഒന്നൊന്നായിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. കരിഞ്ഞു പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് വറുത്തെടുക്കാൻ പാടുള്ളൂ. ഫ്ലെയിം കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് നിറം മാറാൻ മാത്രമേ പാടുള്ളൂ, കരിഞ്ഞു പോകരുത്. കണ്ടോ, ചെറിയ രീതിയിലൊന്ന് നിറം മാറി നന്നായി വെന്തും കിട്ടണമല്ലോ, അതുകൊണ്ടാണ് ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുന്നത്. 4 ഭാഗത്തും നമ്മുടെ ബാറ്ററൊക്കെ പിടിച്ച് നല്ല പോലെ പൊതിഞ്ഞ് പിടിച്ച് നമുക്ക് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ബജ്ജി ഒന്നൊന്നായിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് പാത്രത്തിലേക്ക് മാറ്റാം. അടുത്ത സ്റ്റെപ്പ് ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ മുളകൊന്ന് പകുതി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുഴുവനായിട്ട് എടുക്കുമ്പോഴേ കുറച്ച് അധികമായിട്ട് നിൽക്കുന്നു. കണ്ടോ, ഇതൊന്ന് കട്ട് ചെയ്തു ഞാൻ.
കട്ട് ചെയ്ത ശേഷം ബാറ്ററിൽ മുക്കി നമുക്ക് വറുത്തെടുക്കാം. 4 ഭാഗത്തും ഈസി ആയിട്ട് പരണ്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ വറുത്തെടുക്കാനും എളുപ്പമാണ്, എണ്ണ അധികം കുടിക്കില്ല. നല്ലപോലെ ബാറ്ററിൽ മുക്കിയെടുത്തു. അതിനുശേഷം നമുക്ക് വറുത്തെടുക്കാം. മുളക് മാത്രമല്ല കേട്ടോ, നമുക്കിതുപോലെ വഴുതന വറുത്തെടുക്കാം, മുട്ട വറുത്തെടുക്കാം, ബജ്ജി, വഴുതന ബജ്ജി, എഗ് ബജ്ജി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ ഇതേ ബാറ്ററിൽ തന്നെ നമുക്ക് വറുത്തെടുക്കാൻ സാധിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഒരു ചമ്മന്തി ഉണ്ട്, അത് തയ്യാറാക്കാം. ഒരു സവാള, വലിയൊരു സവാള എടുത്ത് കഷ്ണാക്കി ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഉണ്ടമുളകാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വറ്റൽമുളകാണെങ്കിലും ഒരു 10-15 എണ്ണം നിങ്ങൾക്ക് എരിവിൻ്റെ പാകം നോക്കി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പ് പാകത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അരയ്ക്കുമ്പോൾ കല്ലുപ്പിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ മിക്സിയുടെ ബ്ലേഡിന് മൂർച്ച കൂടും. അതൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമ്മൾ നന്നായി അരച്ചെടുത്ത ശേഷം നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ അളവിൽ നീര് പിഴിഞ്ഞെടുക്കാം. വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പക്ഷേ വിനാഗിരി വേണ്ട, ചെറുനാരങ്ങയാണ് കുറച്ചുകൂടെ ഒരു സ്വാദ് കൂടി നിൽക്കുകയെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ചെറുനാരങ്ങ നീരെടുത്തത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ചമ്മന്തി ചേർത്ത് കൊടുക്കാം. ഈ ചെറുനാരങ്ങ നീരിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ അളവിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ സവാളയുടെ ഒരു ഗ്യാസ് കുത്തുണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിവാക്കരുത്. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മയപ്പെടുത്തുക. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചമ്മന്തി ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. വളരെ ഈസി ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് നമ്മളിവിടെ വറുത്ത് വെച്ചിരിക്കുന്ന ബജിയെല്ലാം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചമ്മന്തിയിൽ മുക്കിയിട്ട് നമുക്ക് ബജിയെല്ലാം കഴിക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള മുളക് കിട്ടുകയാണെങ്കിൽ ഇനി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അല്ലേ ഈ ബജ്ജി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. മഴക്കാലത്തൊക്കെ നമുക്കിങ്ങനെ ചൂടോടുകൂടി ഈ ബജ്ജിയൊക്കെ ഉണ്ടാക്കി ചമ്മന്തിയിലൊക്കെ ഇങ്ങനെ മുക്കി കഴിക്കാനായിട്ട് വളരെ സ്വാദായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും തരാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.